കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1946 എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ഇവിടുന്ന് വിടവാങ്ങിയതാണ്. എന്നിരുന്നാൽ പോലും 1946 എന്ത് ചെയ്തു ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ആദ്യപടിയായിട്ടുള്ള ആരംഭഘട്ടങ്ങൾ എന്ത് ചെയ്തു തുടങ്ങി. അതിന്റെ ഭാഗമായാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്ത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചു നൽകണം എന്നുള്ളത് അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കെ 1946 എന്ത് ചെയ്യുന്നു ഒരു ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് അയക്കുന്നു. ആ ക്യാബിനറ്റ് മിഷനാണ് എന്ത് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത് 1946 ഡിസംബർ മാസം 9 ആ 9 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് നടക്കുക. 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വരുന്നു. എന്താണ് ഭരണഘടന നിയമ നിർമ്മാണ സഭയുടെ ആദ്യ ഒത്തുചേരൽ. അതിൽ സച്ചിദാനന്ദ സിൻഹയാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് താൽക്കാലിക അധ്യക്ഷനായി എന്ത് ചെയ്യുന്നത് അവിടെ താൽക്കാലിക അധ്യക്ഷനായി എന്ത് ചെയ്യുന്നത് ഉപവിഷ്ടനാകുന്നു. അതിനുശേഷം 1946 ഡിസംബർ മാസം 11 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അറിയാം ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹം ആദ്യ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റാണ് ആയതെന്നുകൂടെ ഓർക്കണം. സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്യുകയാണ് ഡിസംബർ മാസം 11 1946 എന്ത് ചെയ്യാണ് അധ്യക്ഷനായി എത്തുകയാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പണി ആരംഭിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും അടിസ്ഥാനപരമായി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയായിരിക്കണം നിർമ്മിക്കേണ്ടത് എന്നുള്ളത് അത്യന്താപേക്ഷമാണ്. വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം പോലും. കാരണം എന്താണ് ഇത്രയും 400 വർഷ കാലഘട്ടം വരെ മറ്റൊരു രാജ്യത്തിന്റെ കീഴിൽ കിടന്ന രാജ്യമാണ് ഇന്ത്യ. ഇനി ഒരു ജനങ്ങളും എന്ത് ചെയ്യരുത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത് രൂപവൽക്കരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപവൽക്കരിക്കുന്നത് എന്ത് ചെയ്യുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപവൽക്കരിക്കാൻ ഇത്രയും ഒരുപാട് മെമ്പേഴ്സ്മാരുണ്ടായിരുന്നു. ആദ്യം 300-ൽ അധികം ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം എന്ത് ചെയ്തു ഒഴിഞ്ഞു പോയി. പിന്നെ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോഴെന്ത് ചെയ്തു അതിലെല്ലാം നമ്പറുകളിലെല്ലാം ഒരു ഏറ്റക്കുറച്ചിലുകളുണ്ടായി. അവസാനം 299 മെമ്പേഴ്സ്. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. അതാണ് കൂടുതൽ പരിധിയുള്ള പഠനമൊന്നും വേണ്ട. 299 മെമ്പേഴ്സ് ആണ് എന്ത് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോർമേഷന് വേണ്ടി ഉണ്ടായത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തപ്പോൾ 22 കമ്മിറ്റികൾ 22 കമ്മിറ്റികളാണ് എന്ത് ചെയ്തത് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 1-2 കമ്മിറ്റികൾ മാത്രമേ ഈ പാഠപുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ പഠിക്കാനോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. കരട് രേഖ നിർമ്മാണ സഭ. അതായത് കരട് രേഖ തയ്യാറാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ എഴുതി തയ്യാറാക്കിയ രൂപരേഖ തയ്യാറാക്കുന്നത് ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് അത് നിർമ്മിച്ചെടുക്കുന്നത്. ഒരുവിധം എന്ത് ചെയ്ത് തട്ടിക്കുടഞ്ഞ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊറ്റ ചോദ്യം ചോദിച്ച് നമുക്ക് പറയാൻ പറ്റും ഡോക്ടർ BR അംബേദ്കർ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ. അത്രയോ. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രധാന ജോലി എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ദീർഘകാലമായിട്ടുള്ള പ്രയത്നം കഴിഞ്ഞ് വിവിധ രാജ്യങ്ങളിലേക്ക് അംബേദ്കർ സഞ്ചരിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്തു ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു പല ഡേറ്റകൾ കളക്ട് ചെയ്ത് 1947 നവംബർ മാസം 26 എന്ത് തയ്യാറാവുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാവുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു 1947 നവംബർ 1949 നവംബർ 26 എന്ത് ചെയ്യാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാവുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. 1949 നവംബർ 26 എന്ത് ചെയ്യാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പണി പൂർത്തിയാക്കുകയാണ്. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തീകരിക്കുന്നത്. എന്നാൽ ലാഹോർ സമ്മേളനത്തിന്റെ സ്മരണാർത്ഥം പൂർണ്ണ സ്വരാജിന്റെ സ്മരണാർത്ഥം 1950 ജാനുവരി മാസം 26 എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സ് ആയിട്ട് അംഗീകരിക്കുന്നു. അതായത് നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതായി അംഗീകരിക്കുന്നു.
1950 ജാനുവരി 26 വന്നതുകൊണ്ടാണ് ഇക്കാലം അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നത് റിപ്പബ്ലിക് ഒരു ഭരണഘടന സ്വന്തമായുള്ള രാജ്യമായതുകൊണ്ടും എന്താണ് സ്വന്തം തലവനെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അധികാരം വന്നതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു രാജ്യം റിപ്പബ്ലിക് ആയി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റിപ്പബ്ലിക് ഡേയും ഫ്രീഡം ഡേയും രണ്ട്. അപ്പൊ ശരി, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പൊ ശരി, നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പഠിക്കാനുള്ളത്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തയ്യാറാക്കപ്പെട്ടു എന്തിന്? കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടി. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്തതായി പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം മനസ്സിലാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ എന്താണ് ഒബ്ജക്റ്റീവ്സ് തന്നെയായിരുന്നു ഇന്ത്യൻ പ്രിയാമ്പിൾ. അതായത് ഇന്ത്യൻ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ തന്നെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ. അതാണ് ആ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13 എന്ത് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ ലക്ഷ്യപ്രമേയം എന്ന പേരിൽ അത് തയ്യാറാക്കുന്നത്. പിൽക്കാലത്ത് എന്ത് ചെയ്യുകയാണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ത് ചെയ്യുന്നു? പ്രിയാമ്പിളായി വരികയാണ്. അപ്പൊ അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഇരിക്കണം, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള ഘടനയിലാണ് എന്ത് ചെയ്തത് ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയത്. അതിന് അതിനകത്ത് പ്രധാനമായി ഉണ്ടായിരുന്ന യൂണിറ്റി, ഇന്റഗ്രിറ്റി, നാഷണൽ മൂവ്മെന്റ്. അതായത് യൂണിറ്റി, ഐക്യത, ഇന്റഗ്രിറ്റി, ഏകീകൃതമായ ഏകത്വം. പിന്നെ എന്താണ്? നാഷണൽ മൂവ്മെന്റ്, നമ്മളുടെ ഫ്രീഡം സ്ട്രഗിൾ പോലുള്ള സ്ട്രഗിളുകളെല്ലാം എന്ത് ചെയ്യണം? അതിൽ ഓർമ്മിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റൊരു അടിമത്തത്തിലേക്ക് ഇന്ത്യ പോകരുത് എന്നുള്ളത് കരുതിക്കൊണ്ടാണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലേക്ക് പോകാം. നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ നമുക്കറിയാം. We the people of India having solemnly resolved to constitute into a sovereign, socialist, secular, democratic republic and secular to all citizens എന്നാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ തുടക്ക വാചകം തന്നെ. അപ്പൊ അത് നമുക്ക് നോക്കാം. സോവറിയൻ. എന്താണ് സോവറിയൻ? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിയൻ കൺട്രിയാണ്, ഒരു പരമാധികാരമുള്ള രാജ്യമാണ്. അതായത് ഇന്റേണൽ അഫയേഴ്സും എക്സ്റ്റേണൽ അഫയേഴ്സും, ആഭ്യന്തര കാര്യങ്ങളും അന്തർദേശീയ കാര്യങ്ങളിലും ഇന്ത്യയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടിരിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ്. അതായത് ഞങ്ങളുടെ കാര്യത്തിൽ വേറൊരുത്തിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ അറിയാം. ഞങ്ങൾക്ക് മറ്റൊരാളോട് സംസാരിക്കണമെങ്കിൽ പോലും ഞങ്ങൾക്ക് സ്വന്തമായി അറിയാം. ഇന്ത്യയിൽ അന്തർദേശീയമായി വരുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ഇന്ത്യയെ സംബന്ധിക്കുന്ന അന്തർദേശീയമായി വരുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ഇന്ത്യക്ക് തന്നെയാണ് പൂർണ്ണ അധികാരം. അപ്പൊ അതാണ് സോവറിയൻ, പരമാധികാരം. രണ്ട്, സോഷ്യലിസ്റ്റ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം. സോഷ്യലിസം, ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നമുക്കറിയാം, നെഹ്റുവിന്റെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതുപോലുള്ള ഒരു കാഴ്ചപ്പാടിൽ വന്നതാണ് സോഷ്യലിസ്റ്റ്. ആ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് വന്നത് 1976 എന്താണ് 78 44 ഭേദഗതിയിലാണ് സോഷ്യലിസ്റ്റും സെക്യുലറും പ്രിയാമ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. എങ്കിൽ പോലും എന്താണ് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അതായത് ഇന്ത്യയുടെ എന്താണ് കാഴ്ചപ്പാട്? എല്ലാവരും ഒരുപോലെയാണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അതിന്റെ ഉദാഹരണമാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം. മൂന്നാമത് സെക്യുലർ. നമുക്കറിയാം ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അരുണാചൽ പ്രദേശ് മുതൽ ഗുജറാത്ത് വരെയും വിവിധ ജാതി മത വർഗ ഭേദമെന്നീ ഇന്ത്യ സമ്പന്നമാണ്. ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മുഖമുദ്ര പോലും. അതായത് എന്താണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും. അതായത് വിഭിന്നമാണ് ഇന്ത്യ. അതായത് വിവിധ ജാതി ഭേദങ്ങളിൽ സമ്പുഷ്ടമാണ് ഇന്ത്യ. അപ്പൊ പക്ഷെ എല്ലാ ജാതി ഭേദങ്ങളെയും ഒരുപോലെയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് കണക്കിലെടുക്കുന്നത്. ഒരു മതവും ഇന്ത്യയുടെ പ്രത്യേക മതമായി മാറുന്നില്ല. ഒരു മതത്തെയും ഇന്ത്യ തള്ളിക്കളയുന്നു ഇല്ല. അതാണ് ഇന്ത്യയുടെ സെക്യുലാരിസം. അപ്പൊ ഒരു മതവും എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യക്ക് വിലപ്പെട്ടതാകുന്നില്ല. ഒരു മതവും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, പ്രിയപ്പെട്ടതോ തഴയപ്പെടുന്നതോ ആവുന്നില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. അടുത്താണ് ഡെമോക്രാറ്റ്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്നൊക്കെ എബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ എന്താണ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇന്ത്യ. റിപ്പബ്ലിക്, സ്വന്തമായ ഭരണത്തലവനെയും സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്.
അതുപോലെ തന്നെയാണ് താഴെ പറയുന്ന 4 കാര്യങ്ങൾ ഇന്ത്യക്ക് എന്താണ് പ്രത്യേകമായി വേണ്ടതും ഇന്ത്യക്ക് പ്രത്യേകമായി ഉള്ള സവിശേഷതമാണെന്ത് ഒരിക്കലും കൈവിടരുത് എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ജസ്റ്റിസ്, നീതി. അതെങ്ങനെയൊക്കെ? എക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, സാമ്പത്തികം, സാമൂഹികം, എന്താണ് രാഷ്ട്രീയം. ഈ മേഖലകളിൽ എല്ലാത്തിലും എന്ത് വേണം? ഈ ജസ്റ്റിസ്, നീതി നടപ്പാക്കണം. സോഷ്യൽ, സാമൂഹ്യപരമായ ഒരു അനീതി ഉണ്ടാവാൻ പാടില്ല, സാമ്പത്തികപരമായ ഒരു അനീതി ഉണ്ടാവാൻ പാടില്ല, രാഷ്ട്രീയപരമായ ഒരു അനീതി ഉണ്ടാവാൻ പാടില്ല. ലിബർട്ടി, ലിബർട്ടി. എന്തിനൊക്കെ ലിബർട്ടി? സ്വാതന്ത്ര്യം വേണം. എന്തിനൊക്കെ? എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ആരാധനയ്ക്കും വിശ്വാസത്തിനും അത് പ്രകടിപ്പിക്കുവാനും എല്ലാം എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം വേണം. എനിക്കൊരു ആശയമുണ്ട്, എന്റെ ആശയം പ്രകടിപ്പിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ എന്ത് ചെയ്യുന്നു? പ്രദാനം ചെയ്യുന്നു. മൂന്നാമത്തത് ഇക്വാളിറ്റി, സമത്വം. സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അതാണ് എന്താണ് സ്റ്റാറ്റസ്. അതായത് എന്റെ സ്റ്റാറ്റസ്, എന്റെ എന്താണ് അന്തസ്, എന്റെ ഡിഗ്നിറ്റിയിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്തായാലും ഒരാളിൽ കുറഞ്ഞ ആളല്ല ഞാൻ, ഒരാളിൽ കൂടിയ ആളുമല്ല ഞാൻ. കാരണം ഇന്ത്യയിൽ വർണ്ണാടിസ്ഥാന വ്യവസ്ഥ നിന്നാണ്. ജാതിയുടെ പേരിൽ മനുഷ്യരെ തട്ടുകളായി തരംതിരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഇക്വാളിറ്റി എന്ന് പറയുന്ന സമത്വ സുന്ദരമായ ഒരു ഭാരതമാണ് എന്ത് ചെയ്യുന്നത്? അതിലൂടെ ഉടലെടുക്കുന്നത്. സ്റ്റാറ്റസിൽ, അതായത് നമ്മളുടെ സ്റ്റാറ്റസിൽ, നമ്മളുടെ ആ ഒരു അന്തസ്സിലൊന്നും ഒരിക്കലും എന്ത് ചെയ്തൊരു കുറവില്ല. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിൽ ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല. എന്താണ്? കുറവല്ല, ഒരു അസമത്വം ഉണ്ടാവില്ല. സമത്വം ആയിട്ടുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റി. ഒരു പബ്ലിക് എംപ്ലോയ്മെന്റ് എന്തൊരു കാര്യത്തിലോ എന്താണ് സമത്വപരമായിട്ടുള്ള ഒരു നിലപാടായിരിക്കണം ഇന്ത്യ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതായത് സാഹോദര്യം നിറഞ്ഞ നാടായിരിക്കണം ഇന്ത്യ. സാഹോദര്യമുള്ളതായിരിക്കണം. ഇന്ത്യയിൽ എല്ലാവരും എന്താണ് സഹോദരന്മാരായി ജീവിക്കണം എന്ന് കാഴ്ചപ്പാട് വയ്ക്കുന്നതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട്. അതാണ് ഫ്രട്ടേണിറ്റി. അതാണ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതായത് ഒരു ഡിഗ്നിറ്റി, ഒരാളുടെ വ്യക്തിയുടെ ഡിഗ്നിറ്റി, അന്തസ് അനുകൂലിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുമായി സാഹോദര്യത്തിൽ ഏർപ്പെട്ട് ജീവിക്കണം എന്ന കാഴ്ചപ്പാട് വയ്ക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഒന്നുകൂടെ പറയാം: സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യം. ജസ്റ്റിസ്, 3 മേഖലകൾ നടപ്പാക്കുക. ലിബർട്ടി, എല്ലായിടത്തും സ്വാതന്ത്ര്യം, നിയന്ത്രിതമായ സ്വാതന്ത്ര്യം കൊണ്ടുവരിക. ഇക്വാളിറ്റി, അവസരങ്ങളിലും സ്റ്റാറ്റസിലും അന്തസ്സിലും എല്ലാം ജീവിതശൈലിയിലും എല്ലാം ഇക്വാളിറ്റി കൊണ്ടുവരിക. ഫെർട്ടേണിറ്റി, സാഹോദര്യം, ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യയായിട്ട് മാറ്റുക. നമുക്ക് അടുത്ത മേഖലയിലോട്ട് പോവാം. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൂർത്തീകരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള കാര്യങ്ങളും പ്രിയാമ്പിളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ളതാണെന്ന് കൂടി പറയും. എങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവിടെ പറയുന്നതോടുകൂടി ഈ പാഠം അവസാനിക്കുക. ഒന്നാമത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. വേറെ ഒന്നും പറയാനില്ല. എന്താണ്? ഒരു ലിഖിത ഭരണഘടനയാണ്. എഴുതി തയ്യാറാക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്: റിട്ടൺ ഉണ്ട്, അൺറിട്ടൺ ഉണ്ട്. എഴുതി തയ്യാറാക്കാത്ത ഭരണഘടനയുള്ള രാജ്യമുണ്ട്, റിട്ടൺ ഒക്കെ അതിന്റെ ഇതിൽ വരുന്നതാണ്. അപ്പൊ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടന ഉണ്ട്. അതിന്റെ വർഷങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഇന്ത്യയുടേത് ഒരിക്കലും റിജിഡ് ആണെന്നും പറയാൻ കഴിയില്ല, ഫ്ലെക്സിബിൾ ആണെന്നും പറയാൻ കഴിയില്ല. റിജിഡ് എന്ന് പറഞ്ഞാൽ അമെൻമെന്റ് ചെയ്യാൻ, ഭേദഗതി വരുത്താൻ പാടായ ഭരണഘടനയാണ് എന്ത് പറയുന്നത്? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ അമെൻമെന്റ് ചെയ്യാൻ എളുപ്പമുള്ള ഭരണഘടനയെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പക്ഷെ ഇന്ത്യയുടെ എന്താണ്? രണ്ടും കെട്ട പരിഭവമാണ്. റിജിഡും അല്ല, ഫ്ലെക്സിബിളും അല്ല. അതുപോലെയാണ് പാർലമെന്ററി ഡെമോക്രസി. എന്താണ്? പാർലമെന്ററി അടങ്ങുന്ന, അതായത് ലോക്സഭ രാജ്യസഭയ്ക്ക് അടങ്ങുന്ന ജനാധിപത്യമുള്ള, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഭരിക്കുന്ന ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇന്ത്യ. പാർലമെന്ററി, അതായത് പാർലമെന്റിലൂടെ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അടുത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അതിനുപരിയായ ഒരു ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നത് പോലെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അതായത് മൗലിക അവകാശങ്ങളും ഉണ്ട്, മൗലിക കർത്തവ്യങ്ങളും ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇനി ജനങ്ങൾക്ക് വേണ്ടി റൈറ്റ്സും ജനങ്ങൾക്ക് വേണ്ടി ഡ്യൂട്ടിയും മാത്രമല്ല, സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു?
സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് എന്താണ്, രാജ്യം ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കണം. ജനങ്ങൾ മാത്രം റൈറ്റും ഡ്യൂട്ടിയും ചെയ്ത് നടന്നാൽ പോരാ, രാജ്യത്തിനും കുറെ എന്തുണ്ട്, ഡ്യൂട്ടികളുണ്ട്. അതെന്ത് ചെയ്യണം, കൃത്യമായി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ അടുത്തതായിട്ട് വരുന്നതാണ് എന്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ എന്താണ്, ഒരു പുരോഗമനപരമായ ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ രാജ്യം ഇങ്ങനെയൊക്കെ ആയി തീരണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള കാഴ്ചപ്പാട് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിന് നിർബന്ധിത സ്വഭാവമില്ല, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു എന്താണ്, ഒരു രീതി മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് എന്താണ്, സിംഗിൾ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. സിംഗിൾ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജുഡീഷ്യറി എന്ന് പറഞ്ഞ ഇന്ത്യക്കുള്ള ജുഡീഷ്യറി എന്താണ്, സിംഗിൾ ആണ്, യുനാനിമസ് ആണ്, എന്താണ്, ഒന്നാണ്, എല്ലാം എന്താണ്, ഒരു കുടക്കീഴിലാണ്. രണ്ട് രീതിയിലുള്ള എന്തില്ല, എന്താണ്, നീതി ന്യായ വ്യവസ്ഥ ഇല്ല, ഒറ്റ നീതി ന്യായ വ്യവസ്ഥയേ ഉള്ളൂ. അതിന്റെ ഹയറാർക്കിയും താഴോട്ടുള്ള ലെവലുമേ ഉള്ളൂ. എന്താണ്, എല്ലാം ഒറ്റ കുടക്കീഴിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയിൽ എന്താണ്, ഒറ്റ സിറ്റിസൺഷിപ്പേ അനുവദിക്കുള്ളൂ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്ത ഒരാൾക്ക് മറ്റൊരു രാജ്യത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യാൻ കഴിയില്ല, എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്താൽ തന്നെ എന്ത് ചെയ്യും, ആ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. അതിനെക്കുറിച്ച് ഈ സിറ്റിസൺഷിപ്പിന്റെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിക്കും. ഇന്ത്യ ഒരു ഫെഡറലിസ്റ്റ് കൺട്രി ആണെങ്കിൽ പോലും ഇന്ത്യ എന്താണ്, ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. സംസ്ഥാനങ്ങളിൽ എന്തില്ല, പ്രത്യേകമായിട്ടൊരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് ഏർപ്പാടില്ല. ഇന്ത്യ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എല്ലാ സംസ്ഥാനങ്ങളെയും ഏകീകരിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് എന്താണ്, ഒറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ത്യ അനുവദിക്കുന്നുള്ളൂ. അതിനുശേഷമാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, അതായത് പ്രായപൂർത്തിയായ പൗരന്മാരെ അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഒരു എന്താണ് സംവിധാനമാണ്. അത് ഇന്ത്യയിലുമുണ്ട്. 18 വയസ്സായി കഴിഞ്ഞാൽ വോട്ടേഴ്സ് പ്രായം നൽകുന്നത് എന്താണ്, അതിന്റെയാണ് ഫ്രാൻസിൽ നിന്ന് കടമെടുത്ത ഈ ആശയം എന്താണ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മുടെ രാജ്യത്ത് പൗരന്മാരെ പൗരന്മാരായി കണ്ട് അംഗീകരിക്കുന്നത്, അഡൽട്ടിനെ അഡൽട്ടായി കണ്ട് അംഗീകരിക്കുന്നത്, മൈനറിനെ മൈനറായി കണ്ട് അംഗീകരിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പോലുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലും. അവസാനമായി അപ്പോ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് എന്താണ്, പ്രായപൂർത്തിയായ പൗരന്മാരെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ പൗരന്മാരായി അംഗീകരിക്കുന്ന വ്യവസ്ഥിതിയാണത്. നമുക്ക് അറിയാം, നമ്മളെ പല രാജ്യങ്ങളിലും പല പ്രായങ്ങളാണ്. ഇന്ത്യയിൽ 18 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും, ഒരു പൗരനായി. അവന് കാര്യശേഷിയോട് എന്ത് ചെയ്യാം, എന്താണ്, ഭൗതികപരമായ വളർച്ച എത്തിയെന്ന് കണക്കാക്കുന്ന പ്രായമാണ് 18 വയസ്സ്. അപ്പൊ എന്ത് ചെയ്യാം, വോട്ടേഴ്സ് പ്രായം 18 ആക്കിയിരിക്കുന്നത് പോലും അതിനുകൊണ്ടാണ്. വോട്ടേഴ്സ് ഐഡി കൊടുക്കുന്ന പ്രായം എന്താണ്, 18 വയസ്സായതുകൊണ്ട് എന്താണ്, അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതുകൊണ്ട്. അപ്പൊ എമർജൻസി പ്രൊവിഷൻസ്, അവസാനമായിട്ട് എന്താണ്, എമർജൻസി പ്രൊവിഷൻ. നമുക്കറിയാം, രാജ്യം അടിയന്തരാവസ്ഥകളെ നേരിടാറുണ്ട്. പലഘട്ട സാഹചര്യങ്ങളിലും ഈ രാജ്യം എന്ത് ചെയ്യുന്നു, അടിയന്തരാവസ്ഥകളെ നേരിടാറുണ്ട്. അതിൽ 3 തരം അടിയന്തരാവസ്ഥകളാണ് രാജ്യത്ത് പൊതുവായിട്ടുള്ളത്. എന്താണ്, ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. വലിയ വലിയ യുദ്ധങ്ങള്, പ്രളയങ്ങള്, മറ്റങ്ങനെ ഒരുപാട് അനവധി കാര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴൊക്കെ ഈ അടിയന്തരാവസ്ഥകൾ അതിൻ്റെതായ അടിസ്ഥാനത്തിൽ വിളിക്കാറുണ്ട്. അതുകൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊത്തമായ ഘടന ഇത്തരത്തിൽ എന്താണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് വന്നത് ഈ പാഠമാണ്. എന്താണ്, പ്രിയാമ്പിൾ ആൻഡ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന പ്രിയാമ്പിളും അതിനനുബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാഠഭാഗങ്ങളുമാണ് ഇപ്പോ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇനി വല്ല കാര്യങ്ങൾ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ബോക്സിൽ അത് ചോദിക്കാം. അപ്പൊ അതിന് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത് എന്തായാലും മറുപടി പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സുകൾ കാണണം. NIOSന് മാത്രമല്ല, SCRT, NCRT, കേരള സ്റ്റേറ്റ് സിലബസ്, അങ്ങനെ എല്ലാം ഒരുവിധം CBSE എല്ലാവർക്കും എന്താണ്, പൊളിറ്റിക്കൽ സയൻസിൽ ഈ പാഠം എപ്പോഴും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്താൽ എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ എത്തിക്കണം. അപ്പൊ ഗുരുകുലം NIOSന്റെ എന്താണ് ഓൺലൈൻ ക്ലാസിന്റെ പൊളിറ്റിക്സ് സയൻസ് വെർഷൻ ആണ്. പൊളിറ്റിക്സ് സയൻസ് വിഷയത്തിലെ പ്രിയാമ്പിൾ ആൻഡ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠമാണ് ഇന്നിവിടെ എടുത്തത്. ശരി.